ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് നമ്മൾ നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഉഴുന്നും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് നല്ലപോലെ കഴുകി എടുക്കുവാണെങ്കിൽ 5-6 പ്രാവശ്യം കഴുകണം. പിന്നെ നമുക്ക് കടയിൽ പോയപ്പോൾ പാല്, മുട്ട, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ ഒരു വട്ടം കഴുകി, 2-3 പ്രാവശ്യം കൂടി നമുക്കിത് കഴുകി വാരി മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാവേ. ചോറും കൂടി ഇട്ടിട്ടാണ് അരക്കണത്. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് കറിക്കുള്ള കോവക്ക അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതും ജസ്റ്റ് വീഡിയോ എടുത്തു. പിന്നെ രാത്രിത്തേക്ക് നമുക്കിന്ന് കറിയൊന്നുമില്ല, ഇനി കറി വെക്കണം. പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കമീൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സവോളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചു കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവോള, വേപ്പില അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കാം. മീനിൻ്റെ ഉപ്പ് പോകാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഇടികല്ലില്ലേ ചതക്കണം, അതിൽ നമുക്ക് ഇതുപോലെ ഇടിച്ചെടുക്കാവേ. ഇങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയല്ല കേട്ടോ വെക്കണത്. ഇതിപ്പോൾ വേറൊരു റെസിപ്പി കണ്ടിട്ട് അതുപോലെ വെക്കുവാണ് കേട്ടോ. നോക്കി അപ്പോൾ നമുക്കിതിൽ മസാലക്കൂട്ടൊക്കെ ഇട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇടിച്ച മുളക് ഇടും കേട്ടോ നമ്മൾ ഉണക്കമീൻ കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇട്ടു. ഉണക്കമീൻ ഇടിച്ചിട്ട് നമ്മൾ അതും ഇട്ട് കൊടുത്തേ. ഇനി ഇതുപോലെ നല്ലപോലെ ഇളക്കി അതവിടെ ഇരുന്നാവട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തും കൂടി പോകണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കറിയാക്കിയിട്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡിയായി. നമുക്കിനി ചോറ് കഴിക്കാവേ. തൈരും ക്യാബേജ് തോരനും ഉണക്കമീനുമാണ് ചോറിന്. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചായിട്ട് വാവേനെ വന്ന് നോക്കിയപ്പോൾ വാവ അമ്മയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് അതിൻ്റെ മുടി അയച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ വാവക്ക് അത് കണ്ടപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാനായിട്ട് വന്നിട്ട് എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വാവ ഇവിടെ കളിക്കുമല്ലോ, അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഈ കാവറുത്തതും ചക്ക വറുത്തൊക്കെ കഴിക്കാൻ ഞാൻ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പർപ്പിളിൽ നിന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു ഫേസ് വാഷാണ് ആദ്യം വന്നത്. പിന്നെ ഡവിൻ്റെ 2 ബോഡി വാഷും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ലാസ്റ്റ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ സിറമാണ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിരുന്നേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.